ഹലോ, നമ്മുടെ പത്രമാറ്റിൻ്റെ ഇന്നത്തെ സീരിയൽ പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. നമ്മുടെ അനന്തപുരി തറവാട്ടിൽ നിന്ന് തലമൂത്ത കാരണവരായ നമ്മുടെ മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നമ്മുടെ അനിയുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോവിന്ദൻ്റെയും കനകയുടെ അടുത്ത് വരികയാണ് അല്ലേ. എല്ലാവർക്കും അനിക്കും നന്ദുവിനും ഒരുപാട് സന്തോഷമായി. അനിയുടെ ആ സന്തോഷം അനി വീട്ടിൽ നയനയുടെ അടുത്തും ദേവയാനിയുടെ അടുത്തും ആദർശിൻ്റെ അടുത്തും ഒക്കെ ഇങ്ങോട്ട് പ്രകടിപ്പിച്ച് അങ്ങോട്ട് സന്തോഷം സഹിക്കാൻ വയ്യാണ്ട് അങ്ങനെ പാറി നടക്കുകയാണ്. അതിനോടൊപ്പം പൂജാമുറിയിൽ പോയി ആത്മാർത്ഥമായിട്ട് ഈ ഒരു കാര്യം നല്ല രീതിയിൽ നടക്കണേന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ മൂർത്തി മുത്തശ്ശനും നമ്മുടെ മുത്തശ്ശിയും കൂടെ ഗോവിന്ദൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അവർ നല്ല രീതിയിൽ സ്വീകരിച്ച് വിനയത്തോടു കൂടി തന്നെ ഗോവിന്ദനും കനകയും കൂടെ അകത്തോട്ടൊക്കെ ഇരുത്തി. അപ്പോൾ നമ്മുടെ നന്ദു അനി പറഞ്ഞിട്ട് നമ്മുടെ നന്ദു വീട്ടിലോട്ട് വരികയാണ് അല്ലേ. അപ്പോൾ ഞാനൊന്ന് ഫ്രഷായി വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരികയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മുത്തശ്ശൻ ഗോവിന്ദനോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് എൻ്റെ തറവാട്ടിൽ എൻ്റെ ആൺമക്കളെ, അതായത് ഞാൻ കുഞ്ഞു നാളിലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അവരെ ലാളിക്കാനൊന്നും പറ്റിയിട്ടില്ല. അവരെ വിവാഹശേഷമാണ് എൻ്റെ സ്വന്തം മക്കളെ ഞാൻ ലാളിച്ചത്. പക്ഷേ എൻ്റെ ചെറുമക്കളെ അങ്ങനെയല്ല, എനിക്ക് അവരെ അനിയെയും പ്രത്യേകിച്ച് ആദർശിനെയും അവരെ ഞാൻ ഒരുപാട് ലാളിച്ചും സ്നേഹിച്ചുമാണ് ഇപ്പോഴും കൊണ്ടുവരുന്നത്. അതിലൊരല്പം സ്വഭാവശുദ്ധിയായിട്ട് ഇതായിട്ടുള്ളത് അഭി മാത്രമേ ഉള്ളൂ. കാരണം അവൻ്റെ കണ്ണന്തിരിവ് പലതും കണ്ടിട്ടും അതിൻ്റേതായ രീതിയിൽ കണ്ണടച്ച് വിടുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അഭിയുടെ കേസ് തന്നെ കണ്ടില്ല. സ്വന്തം സഹോദരനായിട്ടുള്ള ആദർശ് എന്നെ ആ കുറ്റം ഏറ്റെടുത്തു. ആ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ആ കുടുംബജീവിതം തകർന്നു പോകണ്ട എന്ന് കരുതി ആ സഹോദരനോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെയാണ് എൻ്റെ മക്കളെയും ചെറുമക്കളെയൊക്കെ ഞാൻ വളർത്തിയെടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എൻ്റെ കൊച്ചുമകനായ അനി, അവനൊരു കല്യാണം കഴിഞ്ഞതാണ്. പക്ഷേ ആ വിവാഹത്തിന് മുന്നേ ഏകദേശം അനാമികയെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് അവൻ ആ കാര്യങ്ങൾ പറയുകയാണ്. നന്ദുവിനെ എനിക്ക് ഇഷ്ടമാണെന്നും ആ കല്യാണത്തിന് എനിക്ക് അനാമികയുമായിട്ടുള്ള കല്യാണം എനിക്ക് താല്പര്യമില്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ നന്ദുവിൻ്റെ ഇഷ്ടം അന്ന് എന്നോട് തുറന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഒരിക്കലും ഈ ഒരു കല്യാണത്തിന് അനീനെ ഞാൻ നിർബന്ധിക്കില്ലായിരുന്നു. പക്ഷേ സാഹചര്യങ്ങളും വിധിയും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട്, സാർ എന്താ പറഞ്ഞു വരുന്നതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നമ്മുടെ ആ CI സച്ചിദാനന്ദൻ്റെ ആ കല്യാണക്കാര്യം നന്ദുമോൾക്ക് ഇവിടെ വന്നത് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ പോയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു, നമ്മുടെ കനക പറഞ്ഞു, ഇല്ല പോയില്ല മോനെ, അവധിയുള്ള സമയത്ത് പോവാം, കാരണം അച്ഛനില്ല, അമ്മ മാത്രമേ അവനുള്ളൂ, അപ്പോൾ പിന്നെ അമ്മാവന്മാരൊക്കെ ഉണ്ട്, അപ്പോൾ അവധി ദിവസം നോക്കി ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചൊക്കെ ഇരിക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഗോവിന്ദനും പറഞ്ഞു, സാറിനെ വന്ന് കണ്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സാറ് മുൻകൈ എടുത്ത് ഈ കല്യാണം മുൻപന്തിയിൽ തന്നെ നിന്ന് നടത്തണം എന്നൊക്കെ പറയാൻ വേണ്ടി ഞാൻ വരെ ഇരിക്കുകയായിരുന്നു സാറെന്ന് ഗോവിന്ദനും പറഞ്ഞു. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, എന്നെ ഇനി പോകണ്ട, ആ കല്യാണത്തിൻ്റെ ആയിട്ട് നിങ്ങൾ ഇത് ഉറപ്പിക്കാനായിട്ട് പോകണ്ട, കാരണം നമ്മുടെ അനിക്ക് നന്ദുവിനെ ഇഷ്ടമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു കല്യാണത്തിനോട് നിങ്ങളുടെ താല്പര്യം എന്താണ്? എൻ്റെ കൊച്ചുമോൻ്റെ ആഗ്രഹത്തിന് വേണ്ടി അത് സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നതെന്നൊക്കെ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്. പക്ഷേ കനകയ്ക്കും ഗോവിന്ദൻ്റെ മുഖമൊക്കെ അങ്ങ് മാറുകയാണ്. കാര്യം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് അവരെ കാര്യങ്ങളെല്ലാം അവർ പറയുകയാണ്. അതായത് കുറച്ച് ദിവസം മുന്നേ അനി ഇവിടെ വന്നു എന്നും അനിയുടെ ഈ ഇഷ്ടങ്ങളൊക്കെ ഞങ്ങളോട് അവൻ തുറന്നു പറഞ്ഞു എന്നും ഗോവിന്ദൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം അന്ന് അനിയനോട് പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു എന്നും ഒക്കെ ഗോവിന്ദൻ പറയുകയാണ്. ഗോവിന്ദൻ പറഞ്ഞു, സാറേ എൻ്റെ 3 പെൺമക്കളിൽ 2 പെൺമക്കളെ ഞങ്ങൾക്ക് അർഹതയില്ലാഞ്ഞിട്ട് കൂടി ആ തറവാട്ടിലേക്ക് ഞങ്ങൾക്ക് കയറ്റി വിടാൻ പറ്റി. പക്ഷേ അതിൻ്റെ പേരിൽ വന്ന ഭവിഷ്യത്തുകൾ ഒരുപാട് ഞങ്ങൾ അനുഭവിച്ചവരാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ തന്നെയും ഒരു വീട്ടിൽ നിന്ന് 3 പെൺകുട്ടികളെ അങ്ങനെ ഒരു വീട്ടിൽ തന്നെ വിവാഹം കഴിച്ച് അയപ്പിക്കുന്നതും അത്ര ശരിയായ കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സാറ് എൻ്റെ അവസ്ഥയും മനസ്സിലാക്കണം. എനിക്കങ്ങനെ വലിയ ഒരു മൈൻഡുള്ള എന്ന് വെച്ചാൽ ഹൃദയം അത്രയും ഒരു കട്ടിയുള്ള ഒരാളല്ല ഞാൻ. അപ്പോൾ എൻ്റെ സാഹചര്യങ്ങളും ഞങ്ങളുടെ അവസ്ഥയും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അവിവേകമായിട്ട് സാറും അമ്മയും കാണരുത്. 2 മക്കളെ അയച്ച സ്ഥലത്ത് 3ാമത്
എൻ്റെ മോളെയും കൂടെ അയക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ നമ്മുടെ കനക സങ്കടത്തോടെ പറയും, അനി വിവാഹം നന്ദുവിനെ കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും അനിയുടെ അമ്മ ജാനകി ഈ ഒരു കല്യാണത്തിന് സമ്മതിക്കില്ല, ജാനകി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്നാണ് പറയുന്നത്. സ്വന്തം അമ്മയുടെ ഒരു പ്രാക്ക് മേടിച്ചു കൊണ്ടാണോ സാറേ എൻ്റെ നന്ദൂട്ടി അവിടെ ജീവിക്കേണ്ടത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ നന്ദൂട്ടിനെ കാണാൻ വരുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടെയല്ല ഞങ്ങളുടെ മകളെ കാണേണ്ടത്, നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നതല്ലേ സാറേ ഞങ്ങൾ ഏതച്ഛനമ്മമാരാണെങ്കിലും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ ഒരു ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇതെല്ലാം മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിന്നെ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഈ ഒരു സാഹചര്യങ്ങൾ കണക്കിലെടുത്തിട്ടാണ് ഞങ്ങൾ ഈ കല്യാണത്തിന് അധികം ഇൻട്രസ്റ്റ് കാണിക്കാണ്ടിരുന്നത്. അത് മാത്രവുമല്ല, നയനയ്ക്കും നവ്യയ്ക്കും ഒട്ടും തന്നെ താല്പര്യമില്ല നന്ദുവിനെയും കൂടെ അങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഈ കുടുംബത്തിൽ നമ്മുടെ നയന മോള് നവ്യയും, നയന ആദ്യം മുതൽക്കേ നല്ലൊരു കുട്ടിയാണ്. നമുക്ക് ഇതുപോലെ എത്ര സ്വർണം കൊടുത്ത് എത്ര സ്ത്രീധനം കൊടുത്തിരുന്നാലും ഇതുപോലൊരു പെൺകുട്ടിയെ എൻ്റെ കുടുംബത്തിന് കിട്ടില്ല. അതേസമയം നവ്യ തുടക്കത്തിൽ കുറച്ച് ഒരു കുശുമ്പും കുഞ്ഞായ്മയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അവളിപ്പോൾ ഒരു കുഞ്ഞൊക്കെയായി നല്ല രീതിയിൽ പൊരുത്തപ്പെട്ട് വരുന്നുണ്ട്. നയന എങ്ങനെയാണോ അത് അനുകരിച്ചു വരുന്ന കുട്ടിയാണ് നന്ദു. അപ്പോൾ ആ ഒരു മോളെ തന്നെയാണ് എൻ്റെ ഈ അനന്തപുരി തറവാട്ടിലേക്ക് വേണ്ടത്. ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം ഇല്ലാത്ത പോലെയാണല്ലോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ രണ്ട് കൂട്ടർക്കും ഇപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും നന്ദുവിനെ അനിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നുള്ള ആഗ്രഹമാണ്. എന്നാൽ നമ്മുടെ കനകയ്ക്കും ഗോവിന്ദനും ഒരിക്കലും നന്ദുവിനെ അങ്ങോട്ടേക്ക് വീണ്ടും മൂന്നാമത്തെ ഒരു പെൺകുട്ടിയും കൂടെ അങ്ങോട്ടേക്ക് വിടണം എന്നുള്ളൊരു താല്പര്യം അവർക്കില്ല. അതാണ് ഇപ്പോൾ പൊതുവിലായിട്ട് വന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ നന്ദു മാറി നിൽക്കുകയാണ്. നന്ദുവിന് സഹിക്കാൻ പറ്റുന്നില്ല, നന്ദു വിങ്ങി പൊട്ടുകയാണ്. കാര്യം എന്ന് വെച്ചാൽ വളരെ സന്തോഷത്തോടു കൂടി അനിയും നന്ദുവും കാത്തിരിക്കുകയാണ്. കാരണം ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന കാരണവരാണ് വന്ന് ഈ കല്യാണം ആലോചിച്ചത്. അപ്പോൾ അമ്മയും അച്ഛനും അവരുടേതായിട്ടുള്ള ന്യായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നടക്കില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ സംസാരിച്ച് വരുന്നത്. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ഗോവിന്ദ. ഒരിക്കലും ഇപ്പോൾ ഈ ഒരു കല്യാണം നടന്നില്ലെങ്കിലും നന്ദുവിൻ്റെ കല്യാണം ഞാനും ആദർശും ഒക്കെ മുൻപിൽ തന്നെ നിന്ന് നല്ല രീതിയിൽ നടത്തും. അതിൽ യാതൊരു കുറവും വരില്ല. പിന്നെ നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ, വിധിയെ തടുക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ ആ കുട്ടിക്ക് വേറൊരു വിവാഹം ആയിരിക്കാം, അനിക്കാണെങ്കിലും അനിയുടെ ജാതകം അനുസരിച്ചിട്ട് 2 വിവാഹ യോഗം ഉണ്ടെന്ന് കുടുംബ ജ്യോത്സ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരെണ്ണം ഇപ്പോൾ കഴിഞ്ഞു, ഇപ്പോഴത്തെ ഡൈവേഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇനി അനന്തപുരി തറവാട്ടിൽ വരുന്നത് നല്ലൊരു കുട്ടിയും അടക്കവും ഒതുക്കമുള്ള നമ്മുടെ നന്ദുവിനെ പോലുള്ളൊരു കുട്ടി ആവണമെന്ന് ആഗ്രഹിച്ചാണ് ഞാനിവിടെ വന്ന് പറഞ്ഞത്. അത് കുഴപ്പമില്ല, കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ പറയുന്നത് എന്ന് നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഞങ്ങൾ പറയുന്നതിൽ അവിവേകമോ ഇഷ്ടക്കുറവോ ആയിട്ടൊന്നും സാറിന് തോന്നരുത്. എന്തായാലും സച്ചിമോനുമായിട്ടുള്ള ബന്ധം നടത്താനാണ് ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യവും. അപ്പോൾ ആ നയനയ്ക്കും നവ്യയ്ക്കും ഒക്കെ താല്പര്യവും അത് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി ആ ഒരു കല്യാണം നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് വീണ്ടും നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഈ അടുത്തായിട്ട് ഗോവിന്ദനും കനകയും മാർക്കറ്റിൽ പോയ സമയത്തും നമ്മുടെ ജാനകിനെയും എന്തോ അവിടെ വെച്ച് കാണുകയും അപ്പോൾ ജാനകി കുറേ എതിർത്തും കയർത്തുമുള്ള രീതിയിൽ അവരോട് സംസാരിച്ച് ഇൻസൾട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ഇനി എന്തെങ്കിലും കാരണവശാൽ അനി നന്ദുവിനെ ഞങ്ങളുടെ തറവാട്ടിലോട്ട് വിളിച്ച് കൊണ്ടുവരണമെങ്കിൽ ആ സമയം ഞാൻ എൻ്റെ ജീവൻ എടുക്കുമെന്നാണ് നമ്മുടെ ജാനകി പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. കാര്യം ഗോവിന്ദനും കനകയും അവരുടെ അവസ്ഥകളും കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കുകയാണ്. ഒരു പക്ഷേ എല്ലാവർക്കും സമ്മതത്തോടു കൂടെയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു കല്യാണം നടന്നു പോകാൻ, പക്ഷേ ഇത് പല എതിർപ്പുകളും ചില കാരണങ്ങളും കൊണ്ട് തന്നെയാണ് വിടാത്തത്. ഒരു വീട്ടിലെ 3 പെൺകുട്ടികളെ ഒരു കുടുംബത്ത് വിടാൻ ഏതൊരച്ഛനമ്മമാരും ആഗ്രഹിക്കില്ല. അത് തന്നെയാണ്, കാരണം അതൊരു നല്ലൊരു ഇതായി വരില്ല. അപ്പോൾ അതാണ് അതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ഓക്കെ നമ്മളെന്തായാലും ഇവിടെ വന്നിത് പറഞ്ഞു എന്നുള്ളത് അങ്ങ് വിട്ടേരെ, കുഴപ്പമില്ല, നമ്മുടെ നന്ദുവിൻ്റെ നിങ്ങൾ ആലോചിച്ച കല്യാണം തന്നെ നടക്കട്ടെ എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നന്ദു ചങ്ക് പൊട്ടും കണക്ക് വിമ്മാണ്.
അങ്ങനെ മുത്തശ്ശനും കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഗോവിന്ദനും കനകയും അവരെ അഭിപ്രായങ്ങളും അങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ അവസാനം സച്ചിദാനന്ദനുമായിട്ടുള്ള കല്യാണം നടക്കട്ടെ എന്ന് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഞാനൊന്ന് മോളെ പോയി കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നന്ദുവിൻ്റെ റൂമിൽ പോയി. അപ്പോൾ നന്ദുവിനോട് ചോദിക്കുന്നു മോള് പുറത്ത് പറഞ്ഞതൊക്കെ കേട്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ല കേട്ടോ നന്ദു. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് മോളെ സാരമില്ല, നമുക്ക് നമ്മുടെ മുതിർന്ന കാരണവരുടെ മാതാപിതാക്കളുടെ ആഗ്രഹത്തെ അനുസരിച്ചിട്ടുള്ള കല്യാണമല്ലേ നടക്കുകയുള്ളൂ. പലപ്പോഴും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് ഈ ഒരു ബന്ധമല്ലായിരുന്നു ചേർന്നതെന്നൊക്കെ തോന്നും. പിന്നെ അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടു പോകും. അതുകൊണ്ട് മോൾക്ക് നല്ലത് മാത്രമേ വരുള്ളൂ. അമ്മയച്ഛനും പറയുന്നത് കേട്ട് നല്ലൊരു ജീവിതം മോള് നോക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നന്ദു പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കുകയാണ്. അത് കഴിഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ സമയം നമ്മുടെ അനി കാത്തിരിക്കുകയാണ്. നന്ദു വിളിക്കുന്നില്ലല്ലോ, അവിടെ എന്തായി? അവനാണെങ്കിൽ ടെൻഷനാണ്. അങ്ങനെ മുത്തശ്ശനും നന്ദുവിനോട് പറയുന്നത് മോള് നല്ലൊരു കുട്ടിയാണ്, എപ്പോഴും ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം തീരുമാനിക്കുക, അതനുസരിച്ച് മോള് മുന്നോട്ട് പോവാം, മോൾക്ക് നല്ലതേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഗോവിന്ദനോടും കനകയോടും ഒക്കെ യാത്ര പറഞ്ഞ് നന്ദുവിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ അവർ പോയി കഴിയുമ്പോൾ നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട് നന്ദുവിനോട് മോളെ അവർ വന്ന് പോയി, ഇനിയെങ്കിലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞങ്ങളെ എതിർക്കാണ്ട് നല്ല രീതിയിൽ മോള് പെരുമാറണമെന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട്. നന്ദു ഒന്നും മിണ്ടുന്നില്ല. നന്ദുവിന് ആകെ മൈൻഡ് അങ്ങ് സങ്കടം സഹിക്കാൻ വേണ്ടി നന്ദു അകത്തോട്ട് പോകണം. അപ്പോൾ നമ്മുടെ കനക പറയുന്നുണ്ട് നന്ദൂട്ടിൻ്റെ മനസ്സ് മൊത്തം അനിയാണ് ഗോവിന്ദേട്ടാ, എനിക്കിപ്പോഴും ആ ജോത്സ്യം പറഞ്ഞ കാര്യമാണ്, നന്ദൂട്ടിക്ക് ഈ കല്യാണം നടക്കൂ എന്നുള്ളതാണ് ആ ജോത്സ്യം തീർത്തും പറയുന്നത്. അപ്പോൾ ഗോവിന്ദൻ ചോദിച്ചു അപ്പോൾ നമ്മുടെ സച്ചിദാനന്ദനുമായിട്ടുള്ള ജാതകം പൊരുത്തമല്ലേ? മധ്യമം അതായത് ഒരു മീഡിയം പൊരുത്തം ഉണ്ട്, എന്നാൽ പിന്നെ അത് നമ്മൾ നോക്കിയാൽ മതി, വേറൊന്നിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് ഗോവിന്ദനും പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഇത്രയും നേരമായിട്ട് ഈ നന്ദു എന്തേ വിളിക്കാത്ത, അവിടെ അപ്പുള്ള കാര്യങ്ങൾ എന്നെ വിളിച്ചറിയിക്കണമെന്ന് ഞാൻ അവളോട് പറഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ട് അനി നന്ദുവിനെ കോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മുത്തശ്ശി എത്തിയിട്ടും ഇല്ലല്ലോ. അങ്ങനെ അനി എന്ത് ചെയ്യുന്നു, ഫോൺ എടുത്തിട്ട് നന്ദൂട്ടിയെ വിളിക്കുകയാണ്. നന്ദു അവിടെ കരഞ്ഞ് വിങ്ങി പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ നന്ദു നോക്കുമ്പോൾ അനിയുടെ കോളാണ്. എന്താണ് അവൻ്റെ കോള് ഞാൻ എടുത്തിട്ട് പറയണേ? വേണ്ട, മുത്തശ്ശിയും ചെന്നിട്ട് അവനോട് കാര്യങ്ങളൊക്കെ പറയട്ടെ, ഇനി അവൻ എന്തായിരിക്കും അവൻ്റെ മാനസികാവസ്ഥ എന്നുള്ളതൊക്കെ ഓർത്ത് നന്ദു സങ്കടപ്പെട്ട് വിഷമിച്ച് ഇങ്ങനെ നടക്കുന്ന സീനാണ്. അപ്പോൾ ഏകദേശം ഇന്നത്തെ ഒരു ഇൻട്രോ പത്രമാറ്റിൻ്റെ ഇതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ആ ബെൽ ബട്ടൺ ഓളും കൂടെ എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നാളെ ഇതേ സമയം തന്നെ 10 മണിക്ക് നിങ്ങളുടെ മുന്നിൽ ഞാനെത്തും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.